നമസ്കാരം. വർത്തമാന കേരളത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വർത്തമാന കേരളം ഇന്ന് ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ള വിഷയം, കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു. ആരോപണം തന്റെ ഉറ്റ ശിങ്കിടികളായ അദാനിയും അംബാനിയും ടെമ്പോയിൽ കോൺഗ്രസുകാർക്ക് പണം കൊടുക്കുന്നു, രാഹുൽ ഗാന്ധിക്ക് പണം കൊടുക്കുന്നു എന്ന് വലിയൊരു ആരോപണം ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിലേക്ക് അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. ആ ആരോപണം അവതരിപ്പിച്ച് ഉടനെ തന്നെ രാഹുൽ ഗാന്ധിയുടെ വീഡിയോ ട്വിറ്ററിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്യുകയുണ്ടായി. രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇങ്ങനെ കള്ളപ്പണം അദാനിയും അംബാനിയും നാളിതുവരെ നിങ്ങളുടെ റൂമുകളിൽ രഹസ്യ ചർച്ചകളിൽ പറഞ്ഞിരുന്ന പേര്, നിങ്ങൾ രഹസ്യമായി നിങ്ങളുടെ കൂട്ടുകാരുമായി ഒത്തുനിന്നിരുന്ന ആ ആളുകളുടെ പേര് നിങ്ങൾ പരസ്യമായി പറയാൻ ഇപ്പോഴാണ് തയ്യാറായത്. എന്നിട്ട് രാഹുൽ ഗാന്ധി പറയുകയാണ്, मोदी जी थोड़ा सा घबरा गए क्या? नॉर्मली आप बंद कमरों में अदानी जी अंबानी जी की बात करते हो, पहली बार आपने पब्लिक में अदानी अंबानी बोला। और आपको ये भी मालूम कि ये टेम्पो में पैसा देते हैं, क्या ये आपका पर्सनल एक्सपीरियंस है क्या? एक काम कीजिए, CBID को इनके पास भेजिए ना, पूरी जानकारी करिए, इंक्वायरी कराइए, जल्दी से जल्दी कराइए, घबराइए मत मोदी जी। और मैं देश को फिर से दोहरा के कह रहा हूँ, जितना पैसा नरेंद्र मोदी जी ने इनको दिया है ना, उतना ही पैसा हम हिंदुस्तान के गरीब लोगों को देने जा रहे हैं। महालक्ष्मी योजना, पहली नौकरी पक्की योजना, इन योजनाओं के माध्यम से करोड़ों लाखपति बनाएंगे हम। इन्होंने 22 अरबपति बनाए हैं, हम करोड़ों लाखपति बनाएंगे। നിങ്ങൾ അങ്ങനെ ടെമ്പോയിൽ കാശ് കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ ആ പണം മുഴുവൻ നിങ്ങളുടെ കയ്യിലുള്ള ED-യെയും CBI-യെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ED അന്വേഷണം നടത്തി അവരെ പിടിച്ച് ജയിലിൽ അടയ്ക്കണം. കള്ളപ്പണം പിടിച്ചു കെട്ടണം. കള്ളപ്പണം കൊണ്ടു നടക്കുന്നതിനെതിരെ, കള്ളപ്പണത്തിനെതിരെ വ്യക്തമായ പോരാട്ടം നടത്തുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന നിങ്ങൾ ആ കള്ളപ്പണം പിടിച്ചെടുക്കണം, അദാനിയെയും അംബാനിയെയും ജയിലിൽ അടയ്ക്കണമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ തന്റെ പ്രസ്ഥാനം BJP, ഭാരതീയ ജനതാ പാർട്ടി, നാളിതുവരെയും ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ താൻ ചെയ്ത സൽപ്രവൃത്തികളെ കുറിച്ച് പറയാൻ കഴിയാതെ വന്നപ്പോൾ മംഗൾസൂത്രം പറഞ്ഞു, പാകിസ്ഥാൻ പറഞ്ഞു, ഒട്ടനവധി വോട്ട് ജിഹാദ് പറഞ്ഞു, നിരന്തരമായി മതവിദ്വേഷം പരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇപ്പൊ അദാനിയെയും അംബാനിയെയും കുറിച്ച് പറയുന്നുണ്ട് എങ്കിൽ വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ. നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിക്കാറായിട്ടുണ്ട്. താൻ പടിയിറങ്ങേണ്ടി വരും. മാത്രമല്ല, അങ്ങനെയെങ്ങാൻ പടിയിറങ്ങിക്കഴിഞ്ഞാൽ, ഇന്ത്യ മുന്നണി അധികാരത്തിൽ കയറിയാൽ, കഴിഞ്ഞ 10 വർഷത്തെ നിങ്ങളുടെ ചെയ്തികളെ കുറിച്ച് അന്വേഷണം നടത്തി അദാനിക്കും അംബാനിക്കും 22 വിഭാഗം ആളുകൾക്ക് നിങ്ങൾ നേടിക്കൊടുത്തതിന് മുഴുവൻ കുറിച്ച് അന്വേഷണം നടത്തിയാൽ നിങ്ങളും ജയിലിൽ പോകും എന്ന തോന്നലിൽ നിന്നാണോ അദാനിയെ കുറിച്ചും അംബാനിയെ കുറിച്ചും നിങ്ങൾ പറയുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നരേന്ദ്രമോദി ഇത് പറഞ്ഞു. അതിനുശേഷം രാഹുൽ ഗാന്ധി അതേ വീഡിയോയിൽ തന്നെ അവസാനം പറയുന്നുണ്ട്, സുഹൃത്തുക്കളായ 22 പേരെ ശതകോടീശ്വരന്മാരാക്കിയിട്ടുണ്ട് എങ്കിൽ ആ ശതകോടീശ്വരന്മാരാക്കിയ ആ 22 പേർക്ക് പകരം ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ലക്ഷപ്രഭുക്കളാക്കി മാറ്റുമെന്ന് ഉജ്ജ്വലമായ ഒരു പ്രഖ്യാപനം രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുക. ആ പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയുടെ മുഖത്തിന്റെ പ്രസരിപ്പ് അതൊന്ന് കാണേണ്ടത് തന്നെയാ. കാരണം ഇന്ന് വരെ രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് ഇത്രയും പ്രസരിപ്പും ഇത്രയും ആത്മവിശ്വാസമുള്ളതായിട്ട് കണ്ട ഒരു വീഡിയോ ഇല്ല. എന്നാൽ ഈ ഒരു പ്രസരിപ്പോടുകൂടെ ഈ വീഡിയോ ചെയ്യുമ്പോൾ കൃത്യമായി രാഹുൽ ഗാന്ധി മനസ്സിലാക്കിയിരിക്കുന്നു, താൻ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് എത്തുമെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. അതിന്റെ പ്രസരിപ്പ് തന്നെയാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് നമ്മൾ കണ്ടതും. 22 अरबपति बनाए हैं, हम करोड़ों लाखपति बनाएंगे।